MP വിജയിച്ചാൽ പാലക്കാടിനെ സംബന്ധിച്ച് എയിംസ് ആരോഗ്യമേഖലയ്ക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട എയിംസും അതോടൊപ്പം കാർഷിക പാക്കേജ്, ജില്ലയിലെ കർഷകർക്കായി കാർഷിക പാക്കേജ്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായ ഒരു വാഗ്ദാനമായി കഴിഞ്ഞ ദിവസം മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സി കൃഷ്ണകുമാർ പറഞ്ഞത്. എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിയായി പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുമെന്നുള്ള ഒരു ഉറപ്പിലാണ് NDA സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിൽ ഇറങ്ങുന്നത്. ശക്തനായ ഒരു മത്സരാർത്ഥിയാണ് NDA സംബന്ധിച്ചിടത്തോളം സി കൃഷ്ണകുമാർ പാലക്കാട്. തീർച്ചയായും മനു, പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഏതായാലും മണ്ഡലത്തിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും BJP ഈ ഒരു മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ. അത്രമാത്രം വിജയ പ്രതീക്ഷയാണുള്ളത്. വലിയ താഴെത്തട്ടിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. മോദിജിയുടെയും അണ്ണാമലജിയുടെയും വരവോട് കൂടിയിട്ട് വലിയ ആവേശത്തിലുമാണ്. ഇത്തവണ നമുക്ക് പാലക്കാട് ഒരു അട്ടിമറി വിജയം 100% നേടാൻ കഴിയുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പാലക്കാടിന് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ ജനങ്ങളോട് പറയുന്നത്? അതെ, പാലക്കാട്ടുകാർ കുറേ കാലമായിട്ടുള്ള പാലക്കാടിൻ്റെ ആവശ്യമാണ്. പാലക്കാട് നല്ലൊരു ചികിത്സാ സംവിധാനം, എയിംസിൻ്റെ വാഗ്ദാനം പാലക്കാടുകാരെ ഏറ്റെടുത്തിരിക്കുക. അവരാണ് ഇങ്ങോട്ട് പറയുന്നത് ഇത്തവണ ഞങ്ങൾ ജയിപ്പിക്കാം, ഞങ്ങൾക്ക് എയിംസ് തരണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും പാലക്കാട് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. അത് പാലക്കാട് ഇത്തവണ റിസൾട്ടിനെ വലിയ തോതിൽ അത് ഒരു സ്വാധീനിക്കുന്ന ഘടകമാണ്. എന്നാൽ ഈ പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് പാലക്കാട് ജില്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിറ്റ് ലൈൻ ഉൾപ്പെടെ വരാൻ പോകുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ്. അതൊക്കെ ജനങ്ങളിൽ നിന്ന് ഒരു അനുകൂല ചിന്തയായി മാറും തന്നെയാണ്. ഒരു ജനപ്രതിനിധി മോദിയെ പിന്തുണയ്ക്കാൻ ഒരാൾ പോലും പാർലമെൻറ്റിൽ ഇല്ലാതെ പാലക്കാടിന് 10,000 കോടി രൂപയിലധികമുള്ള പദ്ധതികളാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേയും പിറ്റ് ലൈനും അതുപോലെ തന്നെ IITയും. സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് ഒരാൾ പിന്തുണയ്ക്കാനില്ലാതെ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ പാലക്കാടിന് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്തുണയ്ക്കാൻ ഒരാളുണ്ടായാൽ ഇതിൻ്റെ എത്ര മടങ്ങ് പാലക്കാടിൻ്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ ലഭിക്കുന്നുള്ളതാണ്. അതാണ് തവണ വോട്ടായി മാറാൻ പോകുന്നത്. വികസനമാണ് ചർച്ച. MP-യുടെ ഭാഗത്തു നിന്ന് പല പദ്ധതികളും യാഥാർത്ഥ്യമായില്ല. അതൊക്കെ ജനങ്ങൾ, അതുപോലെ തന്നെ നെല്ല് സംഭരണത്തിൽ ഇപ്പോഴും തുക കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഒരു സർക്കാർ പറഞ്ഞത് 3 ദിവസത്തിനകം BRS നൽകും, 15 ദിവസത്തിനകം പൈസ നൽകുന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. MP-യെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. കേന്ദ്രം നേരിട്ട് തന്ന പദ്ധതികളാണ് എൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു 3 ജില്ലകളിൽ കൂടെ കടന്നു പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ നേട്ടമാണെന്ന് പറയുന്നു. വന്ദേ ഭാരത് സ്റ്റേഷനുകളുടെ ഭാഗമായിട്ട്, അമൃത് സ്റ്റേഷനുകളുടെ ഭാഗമായിട്ട് വരുന്ന ഷൊർണൂരിൻ്റെയും ഒറ്റപ്പാലത്തിൻ്റെയും നവീകരണം എൻ്റെ ക്രെഡിറ്റാണെന്ന് പറയുന്നു. പിറ്റ് ലൈൻ 2016 അദ്ദേഹം MP പോലും അല്ലാത്ത കാലത്ത് ആരംഭിച്ച പദ്ധതിയെ സംബന്ധിച്ച് പറയുന്നത് അതിൻ്റെ നേട്ടമാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചോളം, ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചോളം, കർഷകർ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ചിന്ത കർഷകരുടെ ഇടയിൽ കഴിഞ്ഞ സംഭരണ സമയത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇത്തവണ സംഭരണത്തിന് മുമ്പ് തന്നെ മന്ത്രിമാർ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു PRS റെസീറ്റ് 3 ദിവസത്തിനുള്ളിൽ നൽകും. അത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ അവർക്ക് തുക ലഭിക്കും, PRS ലോൺ ലഭിക്കുന്നു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവർക്കിപ്പം സർക്കാരിനെ വിശ്വാസമില്ലാതെ, കാരണം സർക്കാർ പറയുന്ന ഒരു കാര്യങ്ങളും ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. വലിയ വികാരം കർഷകരുടെ ഇടയിൽ സർക്കാരിനെതിരായിട്ടുണ്ട്. ഇത്തവണ അത് വോട്ടായി മാറും. MP ഈ നെല്ല് സംഭരണത്തിൻ്റെ വിഷയത്തിൽ കർഷകരോടൊപ്പം നിന്നിട്ടില്ല. കർഷകർക്ക് വേണ്ടിയിട്ട് അന്ന് ഈ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ജനങ്ങൾക്കും കർഷകർക്കും അറിയാം. എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷം സർക്കാരിന് വലിയ സമ്മർദ്ദത്തിലായി ഇത് സർക്കാർ നടപടികൾ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു പ്രസ്താവനയായിട്ടാണ് MP വന്നത്. തുടർച്ചയായിട്ട് ഇവിടെ കർഷക പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് നിശബ്ദനായിരുന്ന ആളാണ് MP. ഡബിൾ ഡെക്കർ ട്രെയിൻ ഉൾപ്പെടെ പാലക്കാട്ടേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുകയുണ്ടായി. അപ്പം ഏതായാലും 3ാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളതിൽ പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല. 400-ലേറെ സീറ്റ് നേടി വരും എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ്. അപ്പോൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിലേക്കും കേരളത്തിലേക്കും എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ, ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ ആരും ആവശ്യപ്പെടാതെ കേന്ദ്രം നൽകിയതാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ നൽകിയതാണ്. ഇപ്പോൾ MP-ക്ക് ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ വരുന്നത് പോലും അറിയില്ല. അപ്പോൾ അത്രയേറെ കാര്യങ്ങൾ അറിഞ്ഞ് പാലക്കാടിൻ്റെ ആവശ്യം അറിഞ്ഞ് മോദി സർക്കാർ സഹായിക്കുന്നുണ്ട് പാലക്കാടിന്. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഒരാൾ ആവശ്യപ്പെടാതെ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം പുതിയ വന്ദേ ഭാരത് വരുന്നു, ഉദയ് ഡബിൾ ഡെക്കർ വരുന്നു. അപ്പോൾ മോദി സർക്കാർ പാലക്കാടിന് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കറിയാം.
എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അദ്ദേഹത്തിൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് BJP തെരഞ്ഞെടുപ്പ് ഈ അവസാന മണിക്കൂറുകളിലും പ്രചാരണം നയിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദയ് എക്സ്പ്രസ് എന്ന ഡബിൾ ഡെക്കർ ട്രെയിൻ ആവശ്യപ്പെടാതെ തന്നെ പാലക്കാടിന് നൽകുന്നു. ഒപ്പം തന്നെ വന്ദേ ഭാരത് ട്രെയിന് നൽകുന്നു. അതോടൊപ്പം തന്നെ IIT ഈ ഒരു കച്ചിക്കോടിലെ വ്യാവസായിക മേഖലയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പിറ്റ് ലൈൻ, അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ, മെമു ഷെഡുകൾ, റെയിൽവേയുടെ മെമു ഷെഡുകളിൽ അത്യാധുനിക സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നു. ഈ വിധത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പാലക്കാട് കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ലിൻ്റെ താങ്ങുവില നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വലിയ ഒരു വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം അവരുടെ വിഹിതത്തിൽ നിന്ന് അതിനെ വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലുള്ള നടപടികൾ ആണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം കർഷകദ്രോഹ നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുന്നു. ഇപ്പോഴും നെല്ലിൻ്റെ താങ്ങുവില കർഷകർക്ക് ജില്ലയിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിട്ടില്ല. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വികാരം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നെല്ല് സംഭരണ വിഷയത്തിലാണെങ്കിലും അതല്ലെങ്കിൽ പെൻഷൻ പോലും ഇതുവരെ വിതരണം ചെയ്യാത്ത കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ ഒരു വികാരം കർഷകർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പൊതുവിലെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതുവരെയും പെൻഷൻ പോലും ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ അത്തരം വിഷയങ്ങളും വലിയ വിമർശനമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഒരു സ്ഥിതി ജില്ലയിൽ ഉണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം ഭരിച്ച MP നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ MPയുടേതായ പദ്ധതികളൊന്നും തന്നെ മണ്ഡലത്തിൽ കാണാനില്ല. അങ്ങിങ്ങായിട്ട് ഏതാനും ഹൈമാസ്ക് ലൈറ്റുകളോ അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളോ അല്ലാതെ മറ്റ് MPയുടേതായ പദ്ധതികളൊന്നും തന്നെ മണ്ഡലത്തിൽ കാണാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, മൂന്നാമതും ഏതായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ 400-ലേറെ സീറ്റ് നേടി വരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാലക്കാടിൻ്റെ സമഗ്ര വികസനം സാധ്യമാവണമെങ്കിൽ അതിന് NDAയെ പിന്തുണയ്ക്കുന്ന, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി പാർലമെന്റിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് BJP പറയുന്നത്. അങ്ങനെ BJP വിജയിക്കുകയാണെങ്കിൽ അത് മണ്ഡലത്തിൻ്റെ വലിയ സമഗ്ര വികസനത്തിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരിക്കലും ബാലികേറ മലയല്ല. കാരണം കേരളത്തിൽ തന്നെ ആദ്യമായി BJP ഒരു നഗരസഭയിൽ ഭരണം നേടുന്നത് അത് പാലക്കാട് നഗരസഭയിലാണ്. അമൃത് പദ്ധതി ഉൾപ്പെടെ കോടികളാണ്, 200 കോടിയിലേറെ പദ്ധതികളാണ് ഈ പാലക്കാട് നഗരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ പാലക്കാട് നഗരസഭ നടപ്പിലാക്കിയിരിക്കുന്നത്. ആ പാലക്കാട് നഗരസഭയ്ക്ക് നേതൃത്വം നൽകിയ, ആ നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി തന്നെയാണ് ഇപ്പോൾ C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയായിട്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ E. ശ്രീധരനെ രംഗത്തിറക്കിക്കൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട് മണ്ഡലത്തിൽ വലിയ പോരാട്ടം നയിക്കുകയും ഏതാനും വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് മാത്രമാണ് BJPക്ക് പാലക്കാട് മണ്ഡലം ലഭിക്കാതെ പോകുന്ന ഒരു സ്ഥിതി. കൂടുതൽ വികസനത്തിനായി മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പാക്കാൻ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം തന്നെയാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയും ഉയർത്തുന്നത്. എന്തായാലും C. കൃഷ്ണകുമാറാണ് ജനം TVയോട് പ്രതികരിച്ചത്.